അച്ചൻകോവിൽ ചിറ്റാർ റോഡിന്റെ നിർമ്മാണം പത്തനാപുരത്തെയും പുനലൂരിലെയും ചില വമ്പൻ മുതലാളിമാർ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നതായും കെ.സി. രാജഗോപാൽ പറഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് കോറി ഖനനം ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. അത് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കെല്ലാം ബാധകമായി ഇവിടെ കോറി ഖനനം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. പറഞ്ഞാൽ അവിടുന്ന് കുറെ ആൾക്കാർ കൂടും. അതിന് സംസ്ഥാന അടിസ്ഥാനത്തിന്റെ ഒരു ഏജൻസി വിഭാഗമുണ്ട്. അവർ വന്ന് പ്രസംഗിക്കും. ഇവർക്ക് എവിടുന്നോ എങ്ങനെയോ ഒത്തിരി കാശ് കിട്ടുന്നു. ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടെ അടുത്ത MLA ആയിരിക്കുന്ന കാലത്ത് അച്ചൻകോവിൽ ചിറ്റാർ റോഡിന്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അച്ചൻകോവിൽ ചിറ്റാർ റോഡ് ഇത്രയും വൈകിയത് കുറെ കപട പരിസ്ഥിതിവാദികളുടെ എതിർപ്പാണ്. അവസാനം അസംബ്ലിയിലെ ഒരു റൂമിൽ തന്നെ വെച്ച് ഈ പരിസ്ഥിതിവാദികളും ഈ ജില്ലയുടെ പ്രതിനിധികളും നിലയിലുള്ള MLA-മാരും ഇവിടുന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ചെറുകിട പാറകോറികൾ അടപ്പിച്ചുകൊണ്ട് വൻകിട പാറലോബിയെ സഹായിക്കാനാണ് കപട പരിസ്ഥിതിവാദികളും ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിയിടാനുള്ള നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശക്തമായി നേരിടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഐക്യ ട്രേഡ് യൂണിയൻ ചെയർമാൻ എസ്. ജോൺ അധ്യക്ഷത വഹിച്ചു. INTUC നേതാവ് അനീഷ് ഗോപിനാഥ്, AITUC നേതാവ് ബെൻസി തോമസ്, INTUC നേതാവ് GK പിള്ള, AITUC നേതാവ് CK ശ്രീധരൻ, തോമസ് ജോസഫ്, അഡ്വക്കേറ്റ് മാഞ്ഞൂർ സുരേഷ്, AITUC നേതാവ് CK അശോകൻ, CITU നേതാവ് അച്യുതൻ നായർ, തുളസീധരൻ പിള്ള, രവീന്ദ്രൻ പിള്ള, റഹീം കലഞ്ഞൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.